ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 തരം കറികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി കറികൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് മെഴുക്ക് പുരട്ടിയാണ്. കോവക്ക കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മെഴുക്ക് പുരട്ടി ആട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. ഇത് ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള കോവക്കാണ് കേട്ടോ. അവിടെ നിന്ന് പോലെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല കോവക്കട്ടോ, നല്ല അടിപൊളി കോവക്കാണ് കേട്ടോ. നന്നാക്കി കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് റൗണ്ട് ആയിട്ടാണ് അരിഞ്ഞെടുക്കണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ കോവക്ക മുഴുവനായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അത് അതിന് വേണ്ടി ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കോവക്ക കൂടി ഇട്ട് കൊടുക്കാം. കോവക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പിന്റെ അളവ് ഞാൻ പറയുള്ളൂ കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ആക്കണേ. അതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ എല്ലാം കൂടി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കോവക്ക ആയതുകൊണ്ട് തന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായി വരും കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിക്കുമ്പം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇടയ്ക്ക് 2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കോവക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോവക്ക മെഴുക്ക് പുരട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും കോവക്ക കിട്ടുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മളെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പടം താളിപ്പാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പപ്പടം താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പടം പൊരിച്ചിട്ടാണ് എടുക്കുന്നത്. പപ്പടം പൊരിച്ചിട്ടും പൊരിക്കാതെ ഉണ്ടാക്കാം കേട്ടോ. പപ്പടം പൊരിച്ചതിന് ശേഷം പപ്പടം താളിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 5 പപ്പടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പപ്പടം താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. നമ്മളെ കറിൻ്റെ അളവിനനുസരിച്ച് പപ്പടം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പപ്പടം പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറാണ വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. കുറേ കണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഉള്ളി, അപ്പം കറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറാണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതുപോലെ അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി കേട്ടോ. ഇതാ കരിഞ്ഞു പോകാതെ ഇതുപോലെ നായി കിട്ടിയാൽ മതി. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ടില്ലാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറേ കട്ടിക്കുള്ള കഞ്ഞിവെള്ളം ഒഴിക്കാൻ നിൽക്കരുത്. കുറേ കട്ടിക്കുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ കറി കൂടുതലായിട്ടും കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ പപ്പടം വെന്ത് കഴിയുമ്പം പപ്പടം നന്നായിട്ട് കട്ടിയായി പോകട്ടെ. അപ്പം കഞ്ഞിവെള്ളം നല്ല കട്ടിക്കുള്ളത് ഒഴിച്ച് കൊടുത്താൽ കറി നന്നായിട്ട് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കട്ടി കുറഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ പപ്പടത്തിൽ കുറച്ച് ഉപ്പുള്ളതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അളവ് നോക്കിയിട്ട് അതുപോലെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പപ്പടം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം അതിലേക്ക്. അതുപോലെ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തതിന് ശേഷം കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കണേ. ആ വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുക കേട്ടോ. ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. പപ്പടമൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണം കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടും തിളപ്പിച്ചെടുക്കട്ടെ. ഇനി നമ്മളെ പപ്പടത്തിന്റെ ടേസ്റ്റ് ഒക്കെ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണേ. അപ്പൊ നമ്മളെ കറി നമുക്ക് നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണേ. അപ്പൊ നമ്മളെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പടം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇനി പപ്പടം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പപ്പടം താളിപ്പും കോവക്ക മെഴുക്ക് പുരട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ 3 മണിക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.